വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളെ സർക്കാർ പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്ന് ലത്തീൻ സഭ വ്യക്തമാക്കി. തീരശോഷണം, വിഭവനഷ്ടം തുടങ്ങിയവ പഠിക്കാൻ സർക്കാർ വെച്ച കമ്മിറ്റി വെറും പുറംപോച്ചു മാത്രമായിരുന്നു. കടൽ കരയെ കാർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീരം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭരണാധികാരികളുടേതാണ്. വിദഗ്ധർ അദാനിക്ക് പാദസേവ ചെയ്യുന്നു. ഭരണാധികാരികൾ നീതി കാണിച്ചില്ലെന്നും നൽകിയ 7 വാഗ്ദാനങ്ങളിൽ സർക്കാർ ഒന്നുപോലും പാലിച്ചില്ലെന്നും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര പറഞ്ഞു. ഈ മുതലപ്പുഴ ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് വന്നത് തന്നെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ്. അതിലൂടെ കഴിഞ്ഞ 1 വർഷമായിട്ട് ആ കടൽ തീരം മുഴുവനും വലിയ അപകടത്തിലാണ്. ഇന്നും മുതലപ്പുഴയിൽ അപകടമുണ്ടായി മത്സ്യത്തൊഴിലാളികളൊക്കെ അവരുടെ ഉപകരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മുതലപ്പുഴ ഇത്രയും ഗതികെട്ട അവസ്ഥയിലേക്ക് വന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. സർക്കാരിന്റെ പറച്ചിലും പ്രവൃത്തിയും രണ്ടാണ്. സർക്കാർ അദാനിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഒരു വിധത്തിലുമുള്ള ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന വിദഗ്ധന്മാർ, അദാനിക്ക് പാദസേവ ചെയ്യുന്ന ഇത്തരം വിദഗ്ധര് യഥാർത്ഥത്തിൽ പൗരസമൂഹത്തോട് അന്യായമാണ് കാണിച്ചതെന്ന് വ്യക്തമാവുകയാണ്. ആ രംഗത്ത് ഭരണാധികാരികൾ നീതി കാണിച്ചിട്ടില്ല. നൽകിയ 7 വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും കൃത്യമായി ഇതുവരെയും പാലിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്.